രാഘവൻ മാതലിയോടരുളി ചെയ്തിത്, ആകുലമെന്നിയെ തേർന്നടത്തിയിടു നീ. മാതലി തേരതി വേഗേന കൂട്ടിനാൻ, ഏതുമേ ചഞ്ചലമില്ലത ശാസ്യനും. മൂടിപ്പൊടി കൊണ്ടു ദിക്കുമുടനുടൻ കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥ പുത്രനും. യാതുദാനാധിപൻ വാജികൾ നമ്മയും മാതലി തന്നെയും ഏറെ എയ്തിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിൻ അടുത്തിതു രാമനും. ഏറ്റമണഞ്ഞുമകന്നും ബലം വച്ചുമേറ്റുമിടം വച്ചുമൊട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗദ്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം. ഉണ്ടാകയുമില്ലി വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ. ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാൻ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പാരമായി. പാദോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുതി അമ്പുതിയോടെന്നെതിർക്കിലും അമ്പരമമ്പരത്തോടെതിർക്കിലും രാഘവ രാവണ യുദ്ധത്തിനു സമം. രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും അനേരത്തു രാഘവൻ. രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരമപ്പോഴേ. കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചിതു ഭൂമിയിലിട്ടാനരക്ഷണാൽ. ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തല 10നും. രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോ. കുംഭകർണൻ മകാരാക്ഷൻ ഖരൻ ബാലി വമ്പനാമാരീജനെന്നിവരാതിയാം. ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്നന്തതി നിഷ്ഠൂരമാമിവനെ കൊല്ലുവാൻ മടി. ഉണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതുമൊന്നീശ്വരാ. ചിന്തിച്ചു രാഘവൻ പിന്നെയും മദ്ദശ കന്ധരന്മയിൽ ബാണങ്ങ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനി മേലാവോളം. കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരൻ ഉണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം. മാതലി താനും തൊഴുതു ചൊല്ലിയിടിനാൻ, ഏതും വിഷാദം ഉണ്ടായിക മാനസേ. മുന്നമഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമെയ്തെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നീടുവൻ ദശകണ്ഠനെ നിർണയം. എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തു രാഘവൻ.
സൂര്യാന്നലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മന്ധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിയിൽ പുക്കുചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നെ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷമതുമലർ തൂകിനാനുൽപ്പന്നമോദേന വാനവരേവരും. അർക്കകുലോത്ഭവനർത്ഥമൂർത്തനി മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതോ പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാനർക്കനും നേരെയുദിച്ചാനതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടീയകം പൊക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജന്മാരുതി നീലഗദാദിയാം മർക്കടവീരരുമാർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞീടിന വീരാമകാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടതില്ലാം ഞാൻ അനുഭവിക്കേണമെന്നുണ്ട് ദൈവത്തിനതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനരുൾ ചെയ്തിതാദരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെക്കുറിച്ചു കരയരുതേതുമേ നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുകൃതികൾക്കെന്നിയോഗം വരാം. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതവന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങിയിടുക വൈകാതെ. ഇത്തമരുൾ ചെയ്തു നിന്നരുളു നേരം തത്ര മണ്ഡോദരി കേണുകം നീടിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു മാതങ്കമുൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിതന്യ സ്വത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളമിത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും വന്ന ബഹുമാനത്തോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട്. മദ്ബാണമേറ്റു രണാന്തേ മരിച്ചോരു കർപ്പുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിക്കോരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമന്നന്തേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ
നക്ഷഞ്ചരാധിപദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നി ഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണനേകം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു. നാരികൾ മുഖം ദുഃഖം പറഞ്ഞു പൊക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം നേവിനാൻ. ചെന്നു നിജ നിജ മന്ദിരം പൊക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും.